സ്നേഹത്തിനു വേണ്ടി പല അമലുകളും പറഞ്ഞിട്ടുണ്ട് അല്ലേ? പങ്കാളി നമ്മളെ സ്നേഹിക്കാൻ, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാൻ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ, ജ്യേഷ്ഠൻ അനുജന്മാർ തമ്മിലുള്ള കലഹം തീർക്കാൻ, ഇങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിലുള്ള പല കലഹങ്ങളും തീർക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ നിങ്ങൾ? എല്ലാ അമലും നമ്മൾ വെള്ളത്തിൽ തേനിലൊക്കെ മന്ത്രിച്ചിട്ട് അവർക്ക് കൊടുക്കാനാണ് പറയാറുള്ളത്. അല്ലേ? വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ചായ കലക്കി കൊടുക്കൂ, ഈ ഇസ്മ ചൊല്ലിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കൂ, ഇതാണ് പറയാറുള്ളത്. ഇവിടെ പല ആളുകളും കുടുങ്ങി പോകാറുണ്ട്. കാരണം ഈ മന്ത്രിച്ച വെള്ളമോ തേനോ അല്ലെങ്കിൽ വസ്തുക്കളോ ഈ പങ്കാളിക്ക് കൊടുക്കാൻ പല ആളുകൾക്കും കഴിയാറില്ല. കാരണം ഒന്നിരിക്കൽ അവർ വിദേശത്താകും, അല്ലെങ്കിൽ അവർ ജോലി സ്ഥലത്താവും. അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വസ്തു തിന്നാനും കുടിക്കാനും പേടിയും മടിയും ഉള്ളവരായിരിക്കും. ഇതിലെന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ, ഇതെന്താ ഇതിനൊരു പ്രത്യേക കളർ എന്നൊക്കെ ചോദിച്ച് വലിയ പ്രയാസം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്കിടയിൽ ഇത്തരം അമലുകൾ പ്രയോഗിക്കാൻ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ചെറുപ്പക്കാരൊക്കെ പ്രയാസപ്പെടുന്നത് വളരെ അധികം നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പല ആളുകളും അത് സൂചിപ്പിക്കാറുണ്ട്, ഉസ്താദെ അവർക്കത് കൊടുക്കാൻ പറ്റൂല, ആ ആൾക്ക് ഇതിലൊന്നും വിശ്വാസമല്ല, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു നല്ല അമലാണ്. ഈ അമൽ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ആരും ഇത് കാണൂല. നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അമൽ. അമലിൻ്റെ ഉദ്ദേശം ഹലാലായ രീതിയിലുള്ള ഏത് ബന്ധവും നമുക്ക് ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു പ്രത്യേക അമലാണ് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഒരു ഉമ്മയാണിത് ചെയ്യുന്നത് എന്ന് നമുക്ക് ഉദാഹരണത്തിൽ സങ്കല്പിക്കാം. ഒരു ഉമ്മ, ആ ഉമ്മയുടെ ഭർത്താവ് ഉപ്പാക്ക് സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മക്കളും വാപ്പിയും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്, ഈ മക്കളും വാപ്പിയും തമ്മിൽ നല്ല സ്നേഹത്തിലാകാൻ വേണ്ടിയിട്ട് ഒരു അമൽ ചെയ്യാൻ ആ വീട്ടിലെ ഉമ്മ തീരുമാനിച്ചു. ആ ഉമ്മ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മധുരമുള്ള പഞ്ചസാരയോ തേനോ മിഠായിയോ ലഡു ബേക്കറി ഐറ്റംസ് എന്തും പറ്റും. എന്താണോ, ഒരു പഞ്ചസാര എടുക്കുക, ലേശം എടുത്താൽ മതി, ഒരു ചെറിയ ടേബിൾ സ്പൂണ് പഞ്ചസാര എടുക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സ്നേഹം ഉണ്ടാകാൻ വേണ്ടി എല്ലാ ഉസ്താക്കന്മാരും തങ്ങന്മാരും പറഞ്ഞു കൊടുക്കുന്ന ഇസ്മാണ് യാ വദൂദു യാ അള്ളാ എന്നുള്ള ഇസ്മ. ആ ഇസ്മിനേക്കാൾ മികച്ചതായിട്ട് സ്നേഹം ഉണ്ടാകാൻ പറ്റിയൊരു ഇസ്മ വേറെ ഇല്ല എന്ന് വേണം പറയാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകാൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം ഉണ്ടാകാൻ, ഇപ്പോൾ ഈ ഉമ്മ മക്കളും വാപ്പിയും സ്നേഹിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പഞ്ചസാര എടുത്ത് ഈ പരിശുദ്ധമാക്കപ്പെട്ട യാ വദൂദു യാ അല്ലാ എന്നുള്ള ഇസ്മ എന്ത് ചെയ്യുക, അത് കുറച്ച് നിങ്ങൾ കയ്യിലെടുത്ത്, കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂൺ കയ്യിലെടുത്തിട്ട് പരിശുദ്ധമാക്കപ്പെട്ട യാ വദൂദു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ എന്നുള്ള ഇസ്മ 101 തവണ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഇങ്ങനെ മന്ത്രിച്ചിട്ട് ഊതിക്കൊടുക്കുക. ഒരു 10 തവണയോ 20 തവണയോ കഴിയുമ്പോൾ അതിലേക്ക് പതുക്കെ ഒന്ന് ഊതിക്കൊടുത്തിട്ട് പറയുക, പടച്ചോനേ എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും നല്ല സ്നേഹത്തിൽ കഴിയണം, നല്ല സന്തോഷത്തിൽ കഴിയണം. ആർക്കാണോ ഇത് ചെയ്യുന്നത്, ഒരു ഭാര്യ ചെയ്യുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഇപ്രകാരം പറയാം, പടച്ച റബ്ബേ എൻ്റെ ഭർത്താവ് നല്ല സ്നേഹമുള്ളവനാക്കി തരണം, എൻ്റെ ഭർത്താവ് മറ്റൊരു അവിഹിതത്തിലും പോകാതെ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ ഈ അമൽ ഒരു കാരണമാക്കണമെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. 101 തവണ യാ വദൂദു യാ അല്ലാ എന്ന ഇസ്മ മന്ത്രിച്ചതിന് ശേഷം ഈ പഞ്ചസാര നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? സാധാരണ നമുക്കറിയാം, സ്നേഹിക്കപ്പെടേണ്ട വ്യക്തികൾക്ക് കഴിക്കാൻ കൊടുക്കാറാണ്. ഇത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉറുമ്പുണ്ടല്ലോ,
ആ ഉറുമ്പുകൾക്ക് പതിയെ നിലത്തിട്ട് കൊടുത്താൽ മതി. വീടിൻ്റെ പുറത്ത് പറമ്പിൽ എവിടെയെങ്കിലും ഉറുമ്പിൻ്റെ കൂട്ടം കാണുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇടുക. ഇതൊരു സ്വതക്കയായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതണം. അള്ളാഹുവേ, ഈ ഉറുമ്പുകൾ ഈ പഞ്ചസാര മണികൾ കഴിക്കുന്ന ലാഘവത്തോടുകൂടി, അവരിത് കഴിക്കുന്ന സന്തോഷത്തോടുകൂടി, അവർക്ക് ഇത് ഒരു നേരത്തെ ഭക്ഷണമാണല്ലോ, അതിൻ്റെ സന്തോഷത്തോടു കൂടി അവരതെടുത്ത് പോയി കഴിക്കുന്നത് പോലെ മാധുര്യമുള്ള ജീവിതമാക്കി തരണമല്ലാ. ഇതുപോലെ മധുരമുള്ള ജീവിതം ഞങ്ങൾക്ക് തരണമല്ലാ. ഈ ഉറുമ്പുകൾക്ക് കൊടുത്ത ഈ ഒരു സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തിത്തരണം അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പറയാം. കുറച്ച് ദിവസം ഇതെന്ത് ചെയ്യുക, ഉറുമ്പുകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് മതി. പെരീത്തെ പഞ്ചസാര മുഴുവൻ കൊണ്ടുപോയി തൊടുവിലിട്ടിട്ട് അതിന് അടി മേടിച്ച് വേറെ പ്രശ്നം ഉണ്ടാവരുത്. മനസ്സിലായോ? കുറച്ച് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി. കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ഇതിങ്ങനെ ചെയ്യാം. ഈ ഉറുമ്പുകൾ കഴിക്കുന്ന ബർക്കത്ത് കൊണ്ട് പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്നേഹവും സന്തോഷവും ഐക്യവും തരണമല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയും. അള്ളാഹു വിജയിപ്പിക്കും. ഇനി പഞ്ചസാരയ്ക്ക് പകരം തേനാവാം, മിഠായി ആവാം, എന്തും ആവാം. ആ ഉറുമ്പുകൾക്ക് കൊടുക്കുന്നത് ഒരു സ്വതക്കയാണല്ലോ, അതുപോലെ അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.